നമസ്കാരം വെൽക്കം ടു ഡബിൾ എസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫേസ് ബ്രൈറ്റനിങ് പാക്ക് ആണ്. ഫേസ് ബ്രൈറ്റനിങ് പാക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ഫേസ് മാസ്ക് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനകത്ത് കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട്, അതായത് നമ്മളിപ്പോ നമുക്ക് സൺ ഡാമേജ്, നമ്മൾ പുറത്തു പോയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺ ഡാമേജ്, നമ്മുടെ സ്കിന്നിന് സൺ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അതായത് നമുക്ക് ഇല്ലാത്ത വെളുപ്പ് വല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പാക്കല്ല, നമുക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജിനെ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ടും കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈവൻ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെളുത്തുന്ന് തോന്നുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. ഈ പാക്കിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോ ഉണ്ട്, ഉരുളക്കിഴങ്ങ് ഉണ്ട്, മഞ്ഞളുണ്ട്, ടർമറിക് ഉണ്ട്, ദെൻ ഗ്രാംഫ്ലോർ, നമ്മുടെ കടലമാവ് ഉണ്ട്, കുറച്ച് പാലുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പൊട്ടറ്റോ ജ്യൂസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോ ജ്യൂസ് ആണ്. പൊട്ടറ്റോ ജ്യൂസിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ റിച്ച് ആണ്, അതുപോലെ തന്നെ വിറ്റാമിൻ സി ഉണ്ട്. പിന്നെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ നമ്മുടെ സൺ ഡാമേജിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു ചെറിയൊരു ബ്ലീച്ചിങ് എഫക്ട് കൊടുക്കും. അതുകൊണ്ട് നല്ലോണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ നമ്മളെ ഒരു സ്കിൻ ടോൺ നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെയുള്ള ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പൊട്ടറ്റോ ഹെൽപ്പ് ചെയ്യും. ചില പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ബ്രൈറ്റൻ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഇഫക്ട് കിട്ടുള്ളൂ. പക്ഷേ ഈ പൊട്ടറ്റോ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു മാറ്റം കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ ഇതിന് ചെറിയ ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട് ഒക്കെ ഉണ്ട്. നമുക്ക് ആക്നെയൊക്കെ വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് വൺ ഓഫ് ബെസ്റ്റ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോ ജ്യൂസ് ആണ്. പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കണ്ണിന്റെ ഇവിടെയുള്ള ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ പൊട്ടറ്റോ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ പാക്കിൽ ആഡ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ കണ്ടിന്യൂസ് യൂസ് നമ്മളെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർമറിക് ആണ്, മഞ്ഞൾപ്പൊടിയാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല കേട്ടോ. കസ്തൂരി മഞ്ഞളില്ലേ, നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പണ്ട് കാലത്ത് സ്കിൻ കെയറിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ടർമറിക്, കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളാണ് നമ്മൾ പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനും ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ആക്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പല ആൾക്കാർക്കും ഇത് ആക്നെ, അതായത് ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ എഫക്റ്റ് ഉള്ള കാരണം കൊണ്ട് പല ആൾക്കാർക്കും ആക്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ചിലർക്കെങ്കിലും ചെറിയ ബംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ മഞ്ഞൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ചിലർക്ക്, എല്ലാവർക്കും ഇല്ല. അത് ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും. ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ മനസ്സിലാവുക. അപ്പൊ പേടിക്കാനൊന്നുമില്ല. പിന്നെ അതിന്റെ യൂസ്, ആ ടർമറിക് അതിൽ നിന്ന് മാറ്റണം. നമ്മുടെ ഈ പാക്കിൽ ടർമറിക് യൂസ് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ചിലർക്ക് ചില പ്രോഡക്റ്റ് പറ്റില്ലല്ലോ. അപ്പൊ ഈ ടർമറിക്കിന് ചിലർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. പലരും ഈ മഞ്ഞളും വേറെ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ പിമ്പിൾസിനെ ട്രീറ്റ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ ചിലർക്കെങ്കിലും അത് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതിനെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കടലമാവാണ്. കടലമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഈ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്നെ പ്രോബ്ലംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറയ്ക്കും. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ് ഈ കടലമാവ് എന്ന് പറയുന്നത്. കടലമാവ് വെച്ച് ഫേസ് വാഷ് ചെയ്യുക, കടലമാവ് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കുകളിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കാണ്. മിൽക്ക് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് മിൽക്ക് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഈ ഗ്രാംഫ്ലോർ നമ്മുടെ കടലമാവൊക്കെ കുറച്ച് ഡ്രൈയിങ് ആയിരിക്കും ചില സ്കിന്നിന്. അപ്പൊ ആ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത്. പിന്നെ മിൽക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ റേഡിയന്റ് ആക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ആ ഏജിങ് സൈൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന
ഒരു സംഭവമാണ് നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത്, അതുകൊണ്ടാണ് നമ്മളിത് ഈ പാക്കിനകത്ത് അത് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത് സൺ ഡാമേജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കരിവാളിപ്പൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് പാൽ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പാക്കാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ പൊട്ടറ്റോ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം പൊട്ടറ്റോൻ്റെ ജ്യൂസ് മതി. പിന്നെ ഉള്ളത് ഗ്രാംഫ്ലോറാണ്, കടലമാവ്. 1 സ്പൂൺ കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ്, അത് 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് മിൽക്കാണ്. ഇത് കാച്ചിയ പാലാണ് കേട്ടോ, അല്ലെങ്കിൽ റോ മിൽക്കും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് പേസ്റ്റ് ഫോമിലേക്ക് ആക്കിയിട്ട് നമ്മുടെ പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും അളവ് മാത്രം മതി. എന്നിട്ട് പേസ്റ്റ് ഫോമിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ്. നല്ലോണം അപ്ലൈ ചെയ്യുക, ഫേസിൽ എല്ലായിടത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. കഴുകിക്കളയാട്ടോ, അല്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റ് അത്രയും വെച്ചാൽ മതി. എന്നിട്ട് കഴുകിക്കളയാം. ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു എഫക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പാഡ് കൊണ്ട് തുടച്ച് കളയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ച് കളയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ. നല്ല തണുത്ത വെള്ളത്തിലോ സാധാരണ നോർമൽ വാട്ടറിലോ കഴുകി കളയാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആവുന്ന കണ്ടോ. കണ്ടോ എന്ത് അടിപൊളിയായിട്ടല്ലേ ബ്രൈറ്റ് ആവുന്നത്. നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട്, നല്ല സ്മൂത്ത് ആവുന്നുണ്ട് കേട്ടോ. സ്മൂത്ത് ആവും കാരണം നമ്മൾ ഇതിനകത്ത് ബേസിൻ പൗഡർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ബേസിൻ പൗഡർ ഒക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ, അതായത് കടലമാവൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്താ പറയുക, കുറച്ച് നല്ലോണം സ്മൂത്ത് ആവും. ഈ ചെറിയ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയൊരു പാക്കാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ